രാഹുലിലേക്ക് തിരിച്ചു വരാം. രാഹുൽ, ഞാൻ ഒരു കാര്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനോട് കൂടി ചോദിച്ചോട്ടെ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ ഇപ്പോൾ ആദ്യ കേസിലാണ് ഇതുപോലെ ഒരു വിധി വരുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിന്റേതാണ് നേരത്തെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പരിഗണിച്ച ഒരു കേസ്. അതിൽ പക്ഷേ ജാമ്യം അനുവദിക്കാവുന്ന വകുപ്പുകളായിരുന്നു. ഇത് ആകെയുള്ള കേസുകളെ ബാധിക്കുമോ? അതാണ് നമ്മൾക്ക് ഇതിൽ ഇങ്ങനെ ഒരു ജാമ്യാപേക്ഷയിൽ വിധി വരുമ്പോൾ ആരോപണ വിധേയർ ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യം വരുമ്പോൾ ആശങ്കയായി ഉയരുന്നത് മറ്റ് കേസുകളെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് തരണേ. അതായത് ഇവിടെ രാഹുൽ ഈശ്വറൊക്കെ പറയുന്നത് ബെയില് കിട്ടുന്നത് എന്തോ നിരപരാധിത്വം തെളിയിച്ച രീതിയിൽ അങ്ങനെ പറയരുത്. ഇത് ബെയില് കിട്ടുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, അത് ജാമ്യം കൊടുക്കുന്നത് എന്ത് കണ്ടീഷനിലാണ്? ഒരാള് കോടതിയുടെ പരിധിക്കുള്ളിൽ നിന്ന് നിയമപരിധിയിൽ നിന്ന് വിട്ടുപോകുമോ, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ടോ, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പ്രയാസമുള്ളോ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ജാമ്യം കൊടുക്കില്ല. അതല്ല, അയാളുടെ പ്രസൻസ് സെക്യൂർ ചെയ്യാൻ പറ്റും, കോടതിയിൽ ഇയാളെ വീണ്ടും കൊണ്ടുവരാൻ പറ്റും, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ ജാമ്യം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇന്ന് ഞാൻ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ, സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ, ചീഫ് ജസ്റ്റിസ് അല്ല, കോർട്ട് നമ്പർ 4 അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പറഞ്ഞത് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ്, ഇദ്ദേഹം സാക്ഷികളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നൊക്കെയാണ് വാദം. അവിടെ പോലും പറയുന്നത് ബെയിലിന് വേണ്ടിയിട്ട് അഭിഷേക് സിംഗ് ആർഗ്യ ചെയ്യുമ്പോൾ പറയുന്നത് ഈ എവിഡൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞു, ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. അപ്പൊ ഈ ഡോക്യുമെന്ററി എവിഡൻസ് പിന്നെ ഇങ്ങനെയാണ് ഈ ഇദ്ദേഹം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകളില്ല. ഇപ്പൊ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് നടന്ന സംഭവമാണ്, അതിലെന്തെങ്കിലും എന്താണ് എവിഡൻസ്? ആ എവിഡൻസ് മാനിപ്പുലേറ്റ് ചെയ്യാനായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടില്ലേ? ഇപ്പോൾ മുകേഷ് വെളിയിലാണെങ്കിൽ ഇതിനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് കോടതി എപ്പോഴും പരിശോധിക്കുന്നത്. അല്ലാതെ ഇത് ഒരു ആരോപണം വന്ന് ഉടനെ നമുക്ക് ആരെയും തൂക്കിക്കൊല്ലാൻ കഴിയില്ല, അത് പെട്ടെന്ന് ഒരു ശിക്ഷ കൊടുക്കാൻ കഴിയില്ല. അതിന് ഒരു നിയമത്തിൻ്റെതായിട്ടുള്ള പ്രോസസ് ഉണ്ട്. അതിൽ സുപ്രീം കോടതി ഈ പ്രധാനപ്പെട്ട കേസുകളിൽ, ഈവൻ വളരെ വലിയ അലിഗേഷൻ ഉള്ള കേസുകളിൽ പോലും ഈ ഒരാളുടെ പ്രതിയുടെ പ്രസൻസ് സെക്യൂർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, എവിഡൻസ് ടാമ്പർ ചെയ്യാനുള്ള സാധ്യത ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിറ്റ്നസ്സുകളെ, സാക്ഷികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജാമ്യം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു ട്രയൽ കോടതിയിലെ ജഡ്ജി പരിശോധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എഴുതി കാണിക്കുന്നത് ജസ്റ്റിസ് ഹണിയം വർഗീസ് കാണിക്കുന്നു, അങ്ങനെയല്ല. ജഡ്ജിയാണ്, പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ആണെങ്കിൽ ജസ്റ്റിസ് എന്നുള്ള പേര് ചേർക്കാൻ പാടില്ല, അത് ഹൈക്കോടതിയിലെ ജഡ്ജസിന് മാത്രമാണ് ചേർക്കുന്നത്. തിരുത്താൻ പറയാം. ബിഗ് ബ്രേക്കിംഗിലാണ് അങ്ങനെ ഒരു തെറ്റ് പോകുന്നത്. ജഡ്ജി എന്ന് തിരുത്തണമെന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ജാമ്യം കൊടുക്കുന്നത് കൊണ്ട് ഒരാള് കുറ്റം ചെയ്തെന്നോ ചെയ്തില്ലെന്നോ അർത്ഥമില്ല. അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ അയാൾ കുറ്റക്കാരനാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പൊ ജാമ്യം എത്രയോ നാളായിട്ട് ജയിലിൽ കഴിയുകയാണ്, അദ്ദേഹത്തിന് കുറ്റക്കാരനാണെന്നാണോ കരുതേണ്ടത്? അങ്ങനെയല്ല. ജാമ്യത്തിന് കോടതികൾ വെച്ചിരിക്കുന്ന പരിധികൾ, എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് ജാമ്യം കൊടുക്കേണ്ടത്. ഒരാളെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ വിറ്റ്നസിനെ പോയി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കത്തില്ല. അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ക്രൈം നടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ തീർച്ചയായും. എന്തായാലും ജാമ്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചു എന്നതൊക്കെ അതിന്റെ ഒരു വിശദാംശങ്ങൾ വരുമ്പോൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് ജഡ്ജ് ഹണി എം വർഗീസ് ആണ് ജാമ്യ ഹർജി പരിഗണിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുകേഷിനും ഇടവേള ബാബുവിനും ആശ്വാസകരമായ വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഈ കോടതിയുടെ